السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. വിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ ദിനത്തിലാണ് നമ്മളുള്ളത്. സ്വഹാബത്തും വിശുദ്ധ ഖുർആനും എന്നുള്ള സവിശേഷമായ ശീർഷകമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വിശുദ്ധ ഖുർആനിനെ അനുഭവിച്ചവരാണ്. വിശുദ്ധ ഖുർആനിനെ ആവോളം ജീവിതത്തിൽ പകർത്തിയവരാണ്. നമുക്കെല്ലാവർക്കും മാർഗം കാട്ടിത്തന്നവരുമാണ്. അക്കൂട്ടത്തിൽ പ്രധാനിയാണ് മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പുന്നാര പുത്രിയാണ് മഹദി അവറുകൾ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠ സഹോദരിയാണ് മഹദി. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയ പത്നി കൂടെയാണ് മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ. എല്ലാം കൊണ്ടും നുബുവത്തിൻ്റെ വീടുമായി അഭേദ്യ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന മഹൽ വ്യക്തിത്വത്തിനുടമയാണ് മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. അവിടുത്തെ പേരക്കിടാവായ അബ്ബാദ് ഇബ്നു ഹംസ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്ന ചരിത്രമാണ് നമുക്കിന്ന് കേൾക്കാനുള്ളത്. ഒരു ദിവസം അസ്മാ ബീവി റളിയല്ലാഹു അൻഹയെ കാണാൻ ചെല്ലുകയാണ്. അവിടുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ അധ്യായം 52 സൂറത്തു തൂറിലെ സ്വർഗനിവാസികളുടെ സന്തോഷങ്ങൾ പറയുന്ന, അവരുടെ കൂടിക്കാഴ്ചകളും പരസ്പരം അങ്ങുമിങ്ങും കഥകൾ പറഞ്ഞ് ഉല്ലസിക്കുന്നതുമായ സംഭവത്തെ പരാമർശിക്കുന്ന സൂറത്തു തൂറിലെ ആയത്തുകൾ വഅഖ്ബല ബഅ്ദുഹും അലാ ബഅ്ദിൻ യതസാഅലൂൻ ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. വിശുദ്ധ സ്വർഗത്തിൽ സ്വർഗനിവാസികൾ പരസ്പരം സന്തോഷങ്ങൾ പറഞ്ഞ് ഉല്ലസിക്കുന്ന സമയം, ആ വിഷയത്തെ പ്രതിപാദിക്കുന്ന ആയത്തുകൾ അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് നമ്മുടെ നാടുകളിൽ വീടുകളിൽ നാം അനുഭവിച്ച പ്രയാസങ്ങൾ, രോമകൂപങ്ങളിലൂടെ ഉള്ളിലേക്ക് തറച്ചു കയറുന്ന പ്രതിസന്ധിഘട്ടമായ അദാബിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആയത്തുകളെ പരാമർശിക്കുന്ന സമയത്താണ് ഞാൻ കയറി ചെന്നത്. മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് സമയം അവിടെ നിന്നതു കേട്ടുകൊണ്ടിരിക്കുന്നു. മഹദി അവറുകൾ ഓതുന്നുണ്ട്, ഇടക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുമുണ്ട്. ഫവഖഫ്തു ഇൻദഹാ ഫജഅലത് തുഈദുഹാ വതദഉ. ഞാനവിടെ നിന്നപ്പോൾ ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. സമയം ദീർഘിച്ചു പോകുന്നുണ്ട്. ഫതാല അലയ്യ ദാലിക്. ഞാൻ അവിടെ നിന്ന് എൻ്റെ ആവശ്യങ്ങൾക്കു വേണ്ടി പുറപ്പെടുകയാണ്. ഫദഹബ്തു ഇലസ്സൂഖി ഫഖളൈതു ഹാജതി സുമ്മ റജഅത്. ഞാൻ ആവശ്യങ്ങൾക്കു വേണ്ടി അങ്ങാടിയിലേക്ക് പുറപ്പെടുകയും ആവശ്യ നിർവഹണങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്തു. പിന്നീടും ഞാൻ മഹദിയെ കാണുന്നത് വഹിയ തുഈദുഹാ വതദഉ. ഈ പറയുന്ന ആയത്തുകൾ ആസ്വദിച്ചുകൊണ്ടിങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്, അള്ളാഹുവിനോട് ഇടയ്ക്കിടക്ക് പ്രാർത്ഥിക്കുന്നുമുണ്ട്. മഹാനായ അബ്ബാദ് ഇബ്നു ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നതാണ് ഈ മഹത്തായ ചരിത്രം. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തിബിയാനിലും ഇമാം ഖുർത്തുബി അവിടുത്തെ തിദ്കാറിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ വിശുദ്ധ ഖുർആനിനെ ആസ്വദിച്ച് അതിൽ നിന്നും മാറാൻ കഴിയാത്ത രൂപത്തിൽ അതിൻ്റെ ആശയങ്ങളെയും അതിൻ്റെ സൗന്ദര്യങ്ങളെയും ആവാഹിച്ചുകൊണ്ടുള്ള ഓത്തിലാണ് മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. ഇതാണ് സ്വഹാബി വനിതകളുടെ വിശുദ്ധ ഖുർആനിൻ്റെ അനുഭവമെങ്കിൽ ആ അനുഭവത്തെ ഒപ്പിയെടുക്കാനും വിശുദ്ധ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുമ്പോൾ അത് പാരായണം ചെയ്യുന്നതിൽ ആസ്വാദനം കണ്ടെത്താനും വിശുദ്ധ ഖുർആൻ നോക്കിയിരിക്കുന്നതിൽ പ്രത്യേകമായ ആനന്ദം കണ്ടെത്താനും നാം ശ്രദ്ധിക്കണം. നാഥൻ ഈ വിശുദ്ധ റമദാനിൽ നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.